ഹലോ നമസ്കാരമുണ്ട്. ഇന്നലെ കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഫോണിലൂടെ ഒക്കെ ചോദിച്ചു EV എന്തുകൊണ്ട് എടുക്കുന്നത്, ഡീസൽ വണ്ടി മാറ്റുന്നുണ്ടോ എന്നൊക്കെ. നമുക്കിതുപോലെ ചെറിയ ഓർഡറുകളൊക്കെ വരുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഷോപ്പുകളിലേക്ക് രാവിലെയുള്ള സപ്ലൈ അല്ലാത്ത നമ്മൾ പെട്ടെന്ന് വരുന്ന ഇപ്പോൾ കാറ്ററിംഗുകാർക്കൊക്കെ ചെറുകിട ഓർഡറൊക്കെയാണ്. വലിയ ലോങ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പോയി വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-60 രൂപയുടെ ഡീസൽ നമുക്ക് ചിലവാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന് സപ്ലൈ ആണെങ്കിലും അതിനും ഇതേ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു റൂട്ട് പോയി അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഓർഡർ നമുക്ക് പിന്നീട് നമ്മളൊരു വണ്ടി പോയി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒന്നോ രണ്ടോ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഓർഡർ മാത്രം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്കതിന് വരുന്ന എക്സ്പെൻസ് കഴിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ സ്ഥാനത്ത് കുറച്ച് ലോഡ് ഉള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ ഇവനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ CNG വണ്ടീനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക് വണ്ടീനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ EV ഒരു ദിവസം ആയിട്ടുള്ള എടുത്തിട്ട് അതിനെ കൂടുതലൊന്നും പറയാനായിട്ടില്ല. എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് 1-2 ഫ്യൂച്ചേഴ്സ് അതുപോലെ 1-2 നെഗറ്റീവ്സ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമുക്കത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ആണ്, ബെസ്റ്റ് സസ്പെൻഷനാണ്. നമുക്കൊരു 110 കിലോമീറ്റർ വരെ നമുക്കൊരു ദിവസം ഓട്ടമുള്ള ആളുകൾക്ക് പെർഫെക്റ്റാണ്. നമ്മളിതിൽ നിന്ന് പടുത അടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയി, പക്ഷേ അവിടെ തിരക്ക് കാരണം ഒന്നും നടക്കില്ല, ഒരാഴ്ച സമയം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്, നമുക്കൊരു ക്ലച്ച് ചവിട്ടി ആ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. പിന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ക്ലസ്റ്ററിൽ കാട്ടി തരുന്നുണ്ട്. റേഞ്ച്, ഇനി എത്ര കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് റേഞ്ച്, ഇത്ര ശതമാനം ബാറ്ററി ബാക്ക് ഉണ്ട്, അതുപോലെ ഏത് മോഡലാണ് വണ്ടി പോകുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലസ്റ്ററിൽ കാട്ടി തരുന്നുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു, എന്നാലും അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഗിയറിന് പകരം നമുക്ക് ഇലക്ട്രിക് വണ്ടികളിലൊക്കെ നോർമലി വരുന്നതാണ് ഈ മോഡ് സിസ്റ്റം. അപ്പോൾ ഈ മോഡിന് ഒരു ഇതെന്താണെങ്കിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ആണിത് ന്യൂട്രലിന് ഡ്രൈവിലേക്കും ന്യൂട്രലിന് റിവേഴ്സിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചേഞ്ച് ചെയ്താലും ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്താലാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ അത് ബെസ്റ്റായി തോന്നി. പിന്നെ ഫസ്റ്റിലിട്ടാൽ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കയറ്റത്തിലൊക്കെ നമുക്ക് വണ്ടി എന്തെങ്കിലും കാരണവശാലും നിന്ന് പോയാൽ നമുക്ക് റിവേഴ്സ് ഇറങ്ങി വരുന്നുള്ള പേടി വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. ഇപ്പോൾ എന്നാൽ അത്യാവശ്യം വലിയ ഡക്ക് കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ബാക്കിൽ അത്യാവശ്യം റോഡ് കയറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ബാക്കി പടുത അടിച്ചതിന് ശേഷം ബാക്കിയുള്ള വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഡ്രോബാക്സ് കാണാം. ഡ്രോബാക്സ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയത്, ഇതുപോലെ എഡ്ജ് കാര്യങ്ങൾ കയറ്റി വരുമ്പോൾ 4 വീലും ടച്ചായില്ലെങ്കിൽ വണ്ടി നമ്മുടെ പഴയ എയ്സിനേക്കാൾ കൂടുതൽ പഴയ വെള്ളിമൂങ്ങയുടെ പിക്കപ്പ് ഉണ്ടാകുന്ന അതേ അവസ്ഥയിൽ വണ്ടി വീല് തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് സ്റ്റഡിയാക്കി നിർത്തിയിട്ട് കയറ്റിങ്ങി മാത്രമേ വണ്ടി കയറുള്ളൂ. അത് മുന്നത്തെ വെള്ളിമൂങ്ങക്കും അതുപോലെ എയ്സിനും ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. കാലിയിൽ അതാണ് അവസ്ഥ. ലോഡ് വരുമ്പോൾ എന്താവും എന്നറിയില്ല. നമ്മുടെ മഹീന്ദ്രയുടെ മറ്റേ പിക്കപ്പൊക്കെ നമുക്കത് ഒരിത്തിരി കുറവുണ്ട്. കാലിയിൽ വരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിലും ലോഡിൽ അത് കറക്റ്റായിട്ട് കയറി വരാറുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചത് കൂടുതലാണ്, വണ്ടിക്ക് വെറുതെ ആടി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു നമ്മൾ സ്റ്റഡി ആക്കിയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് പക്കയാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഒരു ദിവസം കൊണ്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇത് നമുക്ക് അപേക്ഷിച്ച് ചിലവ് ചുരുക്കുക എന്നുള്ളതിനാണ് നമ്മുടെ കാര്യം. ഒരു 5 വർഷം കൊണ്ട് ഇതിൻ്റെ അടപ്പൂരെന്നൊക്കെ പലരും പറയുന്നു. നമുക്ക് 5 വർഷം കംപ്ലൈൻ്റ് ഇല്ലാണ്ട് കിട്ടിയാൽ മതി. കാരണം നമ്മളിത് EMI അടയ്ക്കുന്നത് ഇതിൻ്റെ ഡീസൽ എക്സ്പെൻസ് എന്നുള്ള സംഭവത്തിൽ നിന്ന് ആ ഒരു ചിലവ് തന്നെ കവർ ചെയ്തിട്ടാണ് നമ്മളിതിന് EMI അടച്ചു പോകുന്നത്. അല്ലാണ്ട് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുത്ത വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു 100 കിലോമീറ്റർ നമുക്ക് പോകേണ്ട ഒരാൾക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് 500 രൂപ 600 രൂപ നമുക്ക് ഡീസൽ വരും. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് നമുക്കത് EMIയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം. അപ്പോൾ അതെല്ലാവർക്കും സൂട്ടബിൾ ആവില്ല. ഒരു 100 കിലോമീറ്ററൊക്കെ ഓടുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് EV ഒക്കെ യൂസ് ചെയ്യേണ്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഡീസൽ എത്രത്തോണ്ട് ചിലവുണ്ട്. നിലവിലുള്ള വണ്ടിക്ക് EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ടാലി ചെയ്ത് നമുക്ക് കവർ ചെയ്തിട്ട് EV എടുക്കാനേ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്കതൊരു ബെനിഫിറ്റ് ആവുള്ളൂ. ഒരു 5 വർഷം കൊണ്ട് EMI അടച്ച് തീർന്നു, നമ്മൾ ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ളൂ. ആ EMI നമ്മുടെ ഡീസലായിട്ട് കത്തിപ്പോണ്ട എമൗണ്ടാണ് നമ്മൾ ഇതിൻ്റെ EMI അടച്ചിട്ടുള്ളൂ. അപ്പോൾ 5 വർഷം കൊണ്ട് നമുക്ക് ആ പൈസ മുതലാവാം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു പക്ഷേ എല്ലാവർക്കും അതായിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇ വിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. നമ്മുടെ മോണ്ട്രി ഞാൻ കുറച്ചൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.